ഹലോ ഫ്രണ്ട്സ്, ഇതുണ്ട് വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ഡീമൺ സ്ലേയറിലെ സീസൺ 4 എപ്പിസോഡ് നമ്പർ 6 ആണ്. അപ്പോൾ ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റിങ്ങും ഫണ്ണും ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്, കണ്ടിരിക്കാൻ രസമാണ്. അങ്ങനെ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു മൺഡേ റിലീസായ എപ്പിസോഡിന് കുറച്ച് ലേറ്റായി അല്ലേ? ഓക്കെ, എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ഗയോമി എടുത്ത്, അതായത് നമ്മളുടെ ഗയോമി എന്ത് ഹാഷറാണ് കുട്ടികളെ പറയൂ, സ്റ്റോൺ ഹാഷറ. അപ്പോൾ നമ്മളുടെ ഗയോമി എടുത്ത് സെനിറ്റ്സും ടാൻജറോയും പോയി നിൽക്കുകയാണ്. അപ്പോൾ സെനിറ്റ്സുവിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഓ ഇയാൾ ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്ന്. അതെ, സ്റ്റോൺ ഹാഷറ പിന്നെ സ്ട്രോങ് അല്ലാതിരിക്കുമോ? അതെ, നമ്മളുടെ ഗയോമി സംസാരിച്ച് തുടങ്ങുമ്പോഴേ കടഞ്ഞു തുടങ്ങുകയാണ്. എന്തോ ഒന്ന് ഇൻട്രസ്റ്റിങ്ങും സസ്പീഷ്യസുമായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സെനിറ്റ്സ് നോക്കി കാണാം. അപ്പോൾ ഗയോമി പറയാണ്, ബാക്കിയുള്ള ഹാഷറമാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രെയിനിങ് തന്നെ? നിങ്ങളുടെ അപ്പർ ബോഡി പാർട്ട് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ട്രെയിനിങ് തന്നേക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു സോഡ് ഉപയോഗിക്കുന്ന സ്പീഡ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഞാൻ കൂടുതൽ, അതായത് താഴത്തെ ബോഡി പാർട്ട് ലോവർ ബോഡി പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെന്നല്ല, എന്നാലും കൂടുതൽ ഫോക്കസ്ഡ് ചെയ്തിട്ടില്ല. ഫോക്കസ്ഡ് ആയിട്ട് ലോവർ ബോഡി പാർട്ടിനൊരു ട്രെയിനിങ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റാക്കും ഡിഫൻഡും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി പാക്ക് ട്രെയിനിങ് ആണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ വെള്ളച്ചാട്ടത്തിനടിയിൽ പോയിട്ട് കൊത്തിയിരിക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ ട്രെയിനിങ്, സിമ്പിൾ. അടുത്തത് ഈ 3 വലിയ തടി കഷ്ണങ്ങൾ കെട്ടിയിട്ടേക്കുന്നില്ലേ, അതെടുത്ത് പൊക്ക, വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെ, അങ്ങനത്തും സിമ്പിൾ. പിന്നെ ഇത്തിരി പാടുണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പാറ, അത് വലിയ പാറ, അത് എങ്ങനെ നീക്കണം? ഒരു ചോ നീക്കണം. ഒരു ചോ എന്ന് പറഞ്ഞാൽ ഏകദേശം 358 ഫീറ്റ് വരും. അപ്പോൾ അത്രയും കേട്ടതും നമ്മളുടെ സൈനിറ്റ്സുകൊണ്ട് ബോധം തന്നെ പോവാണ്. കാരണം അത്രയ്ക്കും വലിയ ടോർച്ചറാണോ താനിവിടെ കൊടുക്കുന്നേ? താൻ എന്താ 4th ചലഞ്ചിനെ പറ്റിയൊക്കെ പറയുന്നത്? ഇത് ഓരോന്നും ചലഞ്ച് പോലെയാണോ എന്ന രീതിയിലൊക്കെ പറയും. അപ്പോൾ സൈനിറ്റ്സിനോട് പറയാണ്, 4th ചലഞ്ചാണ് തീയിലിട്ട് റോസ്റ്റ് ചെയ്ത് ബ്രോസ്റ്റഡ് പോലെ എടുക്കുന്നത്. പക്ഷെ അത് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. ആ വലിയ കാര്യമായെന്ന് പറഞ്ഞ സെനിറ്റ്സും എന്ത് ചെയ്യാണ്, ബോധം കെട്ട് വീഴാണ്. കാരണം അത് അത്രയ്ക്കും വലിയ ട്രെയിനിങ് ആയിരുന്നു. ഇതുവരെ വന്നത് വെച്ച് കുറേ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നാണ് നമ്മളുടെ ഗയോമി പറയുന്നത്. അതെ, ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ഭയങ്കര ഹാർഷായിട്ടുള്ള ഒന്നല്ലേ എന്ന രീതിയിലാണ് ടാൻജറോ നോക്കുന്നത്. അങ്ങനെ സെനിറ്റ്സ് ബോധം പോയത് കണ്ടിട്ട് നമ്മളുടെ ടാൻജറോ ഗയോമിയോട് പറയുമ്പോൾ ഗയോമി പറയണ, അയ്യോ പാവം പുള്ളൈ, പോയി എടുത്ത് ആ വെള്ളത്തിലോട്ടിടാൻ. അങ്ങനെ നമ്മളുടെ സെനിറ്റ്സ് ഒരു ബോധം വരാനായിട്ട് നമുക്ക് ആ വെള്ളത്തിലോട്ട് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ടാൻജറോ അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ടാൻജറോയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ആവുന്നില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിനകത്തിട്ട് സെനിറ്റ്സ് തുള്ളി ചാടി എഴുന്നേക്കാണ്. വെള്ളത്തിൻ്റെ പ്രത്യേക താന്ത്രിക പവർന്നും അല്ല, ആ വെള്ളം അത്രയ്ക്കും ജില്ലെന്നിരിക്കുകയാണ്. അത്രയ്ക്കും തണുപ്പ്, ഉള്ളങ്കാൽ തൊട്ട് ഉച്ചി വരെ ഒരു തരിപ്പറ്റ മോനെ കയറിപ്പോയെന്നാണ് സെനിറ്റ്സ് പറയുന്നത്. സെനിറ്റ്സ് പറയണ, ഒരു 5 സെക്കൻഡ് കൂടെ ഞാൻ അത് നിന്നിരുന്നെങ്കിൽ ഉടനെ എൻ്റെ പൊന്നെ ടാൻജറോ, എൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചു പോയനെ. ഇപ്പം തന്നെ എനിക്ക് എന്തൊക്കെ പോലെ തോന്നുന്നു, എൻ്റെ എല്ലാം പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സെനിറ്റ്സ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്തൊന്നും മനുഷ്യൻ ജീവിക്കത്തില്ല, ഇയാൾക്ക് പട്ടങ്ങണ്ടെയാണ് ഭ്രാന്തൻ എന്ന രീതിയിലാണ് സെനിറ്റ്സ് പറയുന്നത്. ഇതൊന്നും ആർക്കും ട്രെയിനിങ് ആയിട്ട് കൊടുക്കുകയും ചെയ്യത്, അത്രയ്ക്കും ക്രൂവലാണ്, ഹാർഷാണ്. ഇതെന്തോ ടോർച്ചറാണോ? താൻ എന്താ ഇവിടെ കാണിക്കുന്നത്? താൻ സൈക്കോ ആണോ എന്ന രീതിയിലൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെയാണോ ഇവിടെ ട്രെയിനിങ് എടുത്തതെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് പിറകുന്ന സൗണ്ട്. നോക്കുമ്പോൾ മുറാട്ടയൊക്കെ അവിടെ കിടക്കുന്നു. മുറാട്ട പറയണേ, എടാ എല്ലാവരും ഇങ്ങനെയാണ്, നീ പാറയെ വന്നൊന്ന് കിടന്ന് നോക്കിയേ, ചെറിയ വ്യത്യാസം നിനക്ക് ഫീൽ ചെയ്യുമെന്ന്. അങ്ങനെ സെനിറ്റ്സ് പറയുന്നത്, പാറയെ പണ്ടാരോ, ഞാൻ പെട്ടെന്ന് വരുന്നേന്ന് പറഞ്ഞ് ഓടിപ്പോയി ആ പാറയിൽ പോയി കിടക്കുകയാണ്. നോക്കുമ്പോൾ അത്ര പാറ നോർമൽ ചൂടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ഇതിൽ നിന്ന് വന്നുകൊണ്ട് ആ തണുപ്പ് മാറുന്നില്ല. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകതയാണ് എന്താണോ എന്തോ, അവൻ അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് തണുപ്പ് മാറുന്നത് ഈ പാറയിൽ കയറി കിടക്കുമ്പോഴോ, എനിക്ക് എൻ്റെ അമ്മയുടെ മടി കിടക്കുന്നത് പോലെ ഉണ്ട് ഈ പാറ, എൻ്റെ അമ്മ എന്നും പറഞ്ഞ് അത്രത്തോളം ആശ്വാസം തോന്നുന്നതാണ്. പക്ഷെ ടാൻജറോയ്ക്ക് ആണെങ്കിൽ ഇത്രയും ഇതായിട്ട് കൊടുക്കണമെങ്കിൽ അത് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല, നേരെ വെള്ളച്ചാട്ടത്തിന് നേരെ പോവാണ്. അതിനകത്ത് പോവാൻ തന്നെ, നീങ്ങാൻ തന്നെ ഭയങ്കര പാടാണ് വെള്ളത്തിൽ. കാരണം പുറത്തിറങ്ങിയിട്ടും അതിൻ്റെ ദേഹത്ത് തണുപ്പ് മാറത്തില്ല. അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ അത് കൂടി വരികയാണ്. അപ്പോൾ ടാൻജറോ എന്ത് ചെയ്യണം, മുമ്പോട്ട്
പോകുമ്പോൾ അവിടെ നമ്മളുടെ ഇനോസുക്കയും വേറൊരുത്തനും നിന്ന് ട്രെയിനിങ് എടുക്കുകയാണ്. ആ മറ്റവനാണെങ്കിൽ ഇങ്ങനെ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനോസുക്ക അനങ്ങുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ് കല്ല് പോലെ. ഇത്രയും ഗട്ട്സ് ഉണ്ട് ഇനോസുക്കയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ടാൻജിറോ പോവാണ്. അപ്പോൾ തലയൊക്കെ ഇരുന്ന് ആടുന്നു. എന്താണ് ഇവന് ബോധമില്ല, അല്ലെ ബൊമ്മയാണോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബോധം പോയിട്ട് ഒരു ദിവസമായെന്ന് തോന്നുന്നു. അതിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇനോസുക്കനെ പെട്ടെന്ന് പുറത്തെടുത്ത് CPR ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടാൻജിറോ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി നിൽക്കാൻ നോക്കുന്നുണ്ട്. ടാൻജിറോ എങ്ങനെയൊക്കെയോ ആണ് നിൽക്കുന്നത്, മന്ത്രയൊന്നും പറയുന്നില്ല, ആ ഒരു പോസിലൊന്നും അല്ല നിൽക്കുന്നത്, കൈ കുമ്പിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല ടാൻജിറോ നിൽക്കുന്നത്. അടുത്ത് നിൽക്കുന്ന നമ്മുടെ മുറാട്ട പറയാണ്, നീ ശ്രദ്ധിക്കണം, അതായത് കൂടുതൽ ഫോക്കസ്ഡ് ആവുക. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ മാറി വേറൊരു സംഭവത്തിലേക്ക് ശ്രദ്ധ പോയാൽ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യം നമുക്ക് കുറേ അധികം നേരം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്ര പറയുന്നത്. അപ്പോൾ ആ ഒരു മന്ത്രം നീ പറഞ്ഞ് നിനക്ക് കുറച്ചധികം നേരം നിൽക്കാമെന്ന് പറയുമ്പോൾ ടാൻജിറോ എന്ത് ചെയ്യാണ്, അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഓഫ് കോഴ്സ് അവനെ കൊണ്ട് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ തന്നെ ഈ ടാൻജിറോയ്ക്ക് ഭയങ്കര തണുപ്പാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഉള്ളൊരു പാറപ്പുറത്ത് ടാൻജിറോ കയറി കിടക്കുകയാണ്. നല്ല സുഖമുണ്ടെന്ന് പറയണം, എങ്ങനെയെങ്കിലും ഇത് ചെയ്യണമെന്നും പറയുന്നുണ്ട് ടാൻജിറോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഗയോമി ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവനും ഇതുപോലെ ഗയോമി മന്ത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. വിട്ടുകൊടുക്കുന്നില്ല ടാൻജിറോ, പിന്നെയും കുറേ നേരം നിൽക്കുകയാണ്. മുറാട്ട പറയാണ്, ഞാനൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. ഇവരൊക്കെ നിൽക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങുന്നതും ഒക്കെ നമ്മളെ സെനിറ്റ്സുകളെ പോലെ ഒരു അമ്പരപ്പോടെയാണ് കണ്ടത്. ഇത് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് ഏകദേശം ഒരു ദിവസം, കുറേ ദിവസങ്ങൾ വേണ്ടി ഒന്ന് ഇതിനകത്ത് ഇറങ്ങാൻ തന്നെ, ഒരു ദിവസം വേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ തന്നെ. അപ്പോൾ നീ വന്ന ഉടനെ 2 മണിക്കൂറിൽ കൂടുതൽ നിന്നു. ഞാൻ തന്നെ ഇത്രയും ദിവസം ഇവിടെ 6 ദിവസമായി വന്നിട്ട് 2 മണിക്കൂർ മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. അപ്പോൾ നീ ബെറ്ററാണ്, സ്ട്രോങ് ആണ്, നീ നിന്നെ കൊണ്ട് പറ്റും, നീ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തിരി പാടായിരിക്കും, ഇതുപോലൊക്കെ തന്നെയാണ് എന്ന് നമ്മളുടെ ആര് പറയണം, മുറാട്ട പറയാണ്. നമ്മളുടെ ടാൻജിറോയും അത് കേൾക്കാണ്. അപ്പോൾ ടാൻജിറോയ്ക്കും കുറച്ച് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നുകയാണ്. അതിനുശേഷം ടാൻജിറോ മീൻ പിടിച്ച് എല്ലാവർക്കും വേവിച്ച് കൊടുക്കുകയാണ്. ഇനോസുക പറയാണ്, ടാൻജിറോ നീ ഇത് കേൾക്കണം, നമുക്കറിയാം ഇനോസുക്ക എപ്പോഴും പേര് തെറ്റിച്ച് വിളിക്കത്തുള്ളൂ. യാൻജിറോ നീ ഇത് കേൾക്കണം, ആ ഒരു കള്ളനില്ലേ, ആ ഒരു ചെറുക്ക, അയാൾക്ക് എന്ത് വട്ടാണോ, അയാൾ എന്താ പേര് അയാളുടെ എനിക്കറിയത്തില്ല, എന്തോ ഹാഷറ, അയാൾ കാണിക്കുന്നത് ടോർച്ചറാണ്, അയാൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ, അയാൾക്ക് ഇതൊന്നും പറ്റത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്നും പറഞ്ഞ് മീനിൻ്റെ മുള്ള് വരെ ഇനോസുക്ക കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയാം, അയ്യോ ആരും മീനിൻ്റെ മുള്ള് കഴിക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ഇനോസുക്ക പറയണത് ക്രിസ്പി ആയിട്ടും അതുപോലെ കഴിക്കാൻ കടുമുടൂന്നും ഇരിക്കും, അതുകൊണ്ട് ഞാനത് കഴിക്കും, പിന്നെ സൂപ്പർ ടേസ്റ്റി അല്ലേ എന്ന് പറയാണ്. അതിങ്ങനെ മീൻ കഴിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത, ഞാൻ വ്യത്യസ്തനാണ് എന്ന് പറയാണ്. അപ്പോൾ ടാൻജിറോ പറയണം, നീ പറയും പോലെ ഒന്നും അല്ല, ഗയോമി കൊണ്ട് ചെയ്യാൻ പറ്റും, ഗയോമി ഭയങ്കര സ്ട്രോങ് ആണ്, നിനക്ക് മനസ്സിലായി, ഈ ട്രെയിനിങ് എല്ലാം ചെയ്ത ഗയോമിക്ക് ചിലപ്പോൾ ആ മാർക്ക് തന്നെ ഉണ്ടാവുമെന്ന്. ആ മാർക്ക് അയാൾക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും നിനക്ക് ആ മാർക്കുണ്ടല്ലോ എന്ന രീതിയിൽ പറയാണ്. അപ്പോൾ ഇനോസുക്കി പറയാണ്, അയാളെ കൊണ്ട് ആ കല്ലൊന്നും നീക്കാൻ പോലും പറ്റത്തില്ല, എന്തായാലും അയാളത് നീക്കത്തില്ല, ചുമ്മാ അയാൾ പറയാണ്, അയാൾ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് അയാളുടെ വിചാരം. സത്യം പറഞ്ഞാൽ അയാളെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, ചുമ്മാ അയാൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് ടോർച്ചർ ചെയ്യിപ്പിക്കുകയാണ്, ട്രെയിനിങ് നമ്മൾ പാസ്സാവരുതെന്നാണ് അയാളുടെ ആഗ്രഹം, ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇതൊന്നും പോസിബിൾ അല്ല എന്നൊക്കെ രീതിയിൽ ഇനോസുക്കെ പറയാണ്. ടാൻജിറോ പറഞ്ഞ അല്ലല്ല ഇതൊക്കെ പറ്റും, ഞാൻ എന്തായാലും ഇത് ചെയ്ത് കാണിക്കുന്നത് തന്നെ ടാൻജിറോ പറയാണ്. ഇങ്ങനെ ടാൻജിറോ പറഞ്ഞാൽ എന്തായാലും ഇനോസുക്കെ വിട്ടുകൊടുക്കോ, ഇല്ല ഞാനും അത് ചെയ്യുമെന്നാണ് പറയണത്. ടാൻജിറോ പറയുന്നുണ്ട്, എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്, 2 ഹാഷ്റമാർ സംസാരിക്കുന്ന മനസ്സിലാകത്ത പോലും ഇല്ലെന്ന്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന പോലും ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ പിന്നെയാണ് ഹാഷറമാർ. അപ്പോൾ സെനിറ്റ്സു പറയാണ്, എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയത്തില്ല, പക്ഷേ ഇവിടെയും കഷ്ടം അവിടെയും കഷ്ടം, ആകെ ആശ്വാസം ഈ മീൻ മാത്രമാണ്, ഇത് തിന്ന് പറഞ്ഞാൽ പിന്നെയും ട്രെയിനിങ് എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. എന്തായാലും ഗയോമിയെ കൊണ്ട് പറ്റുമോ പറ്റൂല എന്നൊന്നും എനിക്കറിയത്തില്ല, അയാൾ പക്കാ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അയാളൊരു സൈക്കോ ആണ്, അല്ലെങ്കിൽ അയാൾക്ക് വട്ടാണ്, എന്താണെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ക ടോർച്ചർ അല്ലേ എന്ന രീതിയിൽ പറയാണ്. ടാൻജിറോ പറഞ്ഞേ അങ്ങനൊന്നുമില്ല, എന്തായാലും അങ്ങനെ പറയാനും പറ്റത്തില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഗയോമി ആ ഒരു വലിയ സ്റ്റോൺ നീക്കിക്കൊണ്ട് പോകണം, അതല്ല അതിനേക്കാളും വലിയൊരു സ്റ്റോണാണ് ഇപ്പോൾ നീക്കിക്കൊണ്ട് പോണത്. അപ്പം ഇത് കണ്ട് ഇവരെല്ലാം അമ്പരന്ന് പോകണം, എന്താടാ ഇയാൾക്ക് വട്ടാണ്, ഇയാൾ ചുമ്മാ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് ഇനോസുകയ്ക്കും അതുപോലെ തന്നെ സെനിറ്റ്സുനും ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നത്, ഗയോമിയെ കൊണ്ട് ഇതല്ല ഇതുക്കും മേലെ ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ ടാൻജിറോ പറഞ്ഞു, കണ്ടോ ഇതുപോലെ നീക്കിക്കൊണ്ട് പോകണോ, നിനക്കും വട്ടാണോ എന്നും പറഞ്ഞ് നമ്മളുടെ സെനിറ്റ്സു എഴുന്നേക്കാണ്. ചാടി എന്നിട്ട് ടാൻജിറോയുടെ വായി വരുന്നതെല്ലാം പറഞ്ഞ് ചന്നം പിന്നെ അടിയാണ്. ടാൻജിറോയ്ക്ക് ആണെങ്കിൽ ബാക്കിയുള്ളവർ ടെററാണ് ആവുന്നതെങ്കിൽ ടാൻജിറോ
ടാൻജറോ ബ്ലഷാണ് ആവുന്നത്. കാരണം ഇത് പൊളിയല്ലേ, ഞാൻ ഇംപ്രസ്ഡ് ആയിപ്പോയി എന്ന രീതിയിലാണ് ടാൻജറോ പറയണത്. നിനക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ഇത് ഇനോസുകയും അതുപോലെ തന്നെ സെനിറ്റ്സും പറയുന്നുണ്ട്. ടാൻജറോക്ക് ഇംപ്രസ്ഡ് ആയോ, എന്നാൽ പിന്നെ നമ്മളും അതേ കണക്കായിരിക്കണമല്ലോ എന്ന രീതിയിൽ പറഞ്ഞ ഇനോസുക്കെ പറയാണ് ഞാനും അത് തന്നെ ചെയ്യും, നിനക്കും മട്ടാണോടാ, നമുക്ക് പോവാന്ന് പറഞ്ഞ സെനിറ്റ്സ് പറയാണ്. ടാൻജറോ ആണെങ്കിൽ പിന്നെയും പോയി ട്രെയിനിങ് എടുക്കുന്നുണ്ട്, കൂടെ സെനിറ്റ്സുനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവനാണെങ്കിൽ കിടന്ന് വിളിയാണ്. എന്നിട്ട് ലാസ്റ്റ് ഒഴുകി പോകുന്നുണ്ട് നമ്മളുടെ സെനിറ്റ്സും. അവനെ പിടിച്ചു നിർത്തി രണ്ടാമത് ട്രെയിനിങ് എടുക്കുകയാണ്. അവൻ ആ മന്ത്രം പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ട്രെയിനിങ് എടുക്കുകയാണ്. രണ്ടാമത് ടാൻജറോ അത് കംപ്ലീറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മളുടെ ടാൻജറോ ആ ഒരു 3 തടി കഷ്ണങ്ങൾ പൊക്കാൻ പോവാണ്. അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെ നമ്മളുടെ ടാൻജറോ ആദ്യം തന്നെ അതല്ല കുറച്ച് പ്രാവശ്യം പരിശ്രമിച്ചിട്ട് അത് പൊക്കി. പിന്നീട് അടുത്തുള്ളതാണ് ആ പാറ, നല്ല ഉരുണ്ട പാറയാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് നീക്കാൻ പറ്റും. ഗയോമി കൊണ്ടൊത്തിരി പോയത് അങ്ങനത്തെ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ടഫാണ് അത് നീക്കാന്നൊക്കെ ടാൻജറോ നോക്കാണ്. എന്തായാലും ഇത് പറ്റൂല എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്നു, രാത്രിയാവാൻ പോകുന്നു, ഇന്ന് തന്നെ തീർക്കാൻ പറ്റുമോ, അനക്കാണെങ്കിലും പറ്റുമെന്നാണ് ടാൻജറോ നോക്കുന്നത്. അങ്ങനെ നമ്മൾ പരപര ഇരുട്ടായ ഒരു പാദരാത്രിയാണ് കാണിക്കുന്നത്. ആ പാദരാത്രി ഉണ്ട കണ്ണുകൾ കിടന്ന് കറങ്ങി കളിക്കുകയാണ്. ആരുടെയാണെന്ന് നമുക്ക് ഈ കണ്ണ് കാണുമ്പോഴേ അറിയാം, നക്കീമിയുടെയാണ്. അപ്പോൾ എല്ലാവരെയും സ്റ്റെയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ഡീമൺ സ്ലേയേഴ്സിൻ്റെ അടുത്തും ആ ഒരു കണ്ണുകളുണ്ട്. എന്നാൽ അത് അവരുടെ ശ്രദ്ധപ്പെടാത്ത രീതിയിൽ, ഡീമൻ്റെ പ്രസൻസ് അറിയാത്ത രീതിയിൽ. ഇതെല്ലാം മുസാൻ കണ്ടിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ റാങ്കിലേക്ക് കൊണ്ടുവന്നതിന് നീ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, കൊള്ളാമല്ലോ, നീ പെട്ടെന്ന് തന്നെ ഈ ഏരിയ കവറായല്ലോ. ഇനി എവിടെയൊക്കെ കവറാക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ മൊത്തം കവറാക്കി, ഇനി ആ ഒരു കൊച്ചു ഭാഗം മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറയണം. അപ്പോൾ നമ്മളുടെ മുസാൻ പറയണേ എനിക്ക് എങ്ങനെയായാലും ആ പെങ്കൊച്ചിനെ വേണം എന്ന് പറയാണ്. നക്കീമിക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് അവൾക്ക് രാവിലെയും ഇറങ്ങി സൂര്യപ്രകാശത്തിൽ നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നോക്കുന്നതെന്ന്. ഐബോൾസ് പിന്നെ ഡീമൺ സ്ലേയേഴ്സിൻ്റെ പുറകെ വിടാൻ പറയാണ്. അങ്ങനെ ഡീമൺ സ്ലേയേഴ്സിൻ്റെ പുറകെ അവളുടെ ഐബോൾസിനെ നമ്മളുടെ നക്കീമി പറഞ്ഞു വിടുകയാണ്. മുസാനാണ് ചെയ്യാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഞാനതിനെ കണ്ടുപിടിക്കും, എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും പെട്ടെന്ന് എൻ്റെ കാര്യം കഴിയും എന്ന രീതിയിലാണ് മുസാൻ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മളുടെ ഡീമൺ സ്ലേയേഴ്സ് ഉള്ള സ്ഥലമാണ്. മിക്കവാറും ട്രെയിനിങ് സ്ഥലം അല്ലെങ്കിൽ ക്യാമ്പ് സ്ഥലമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ബട്ടർഫ്ലൈ മാൻഷൻ്റെ അടുത്തുള്ള സ്ഥലമായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പിന്നീട് നമ്മളെ കാണിക്കുന്നത് ടാൻജറോനാണ്. ടാൻജറോ സ്റ്റോൺ ഭയങ്കര സ്ട്രെസ് ചെയ്ത് നീക്കാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്കിലും പറ്റുന്നില്ല. ടാൻജറോ വിചാരിച്ചിട്ട് ഒട്ടും നടക്കുന്നില്ല. ആ ടാൻജറോ കമിഴ്ന്നടിച്ച് മീൻസ് ചെരുപ്പ് സ്ലിപ്പായി അങ്ങനെ മുഖം കുത്തി വീഴുകയാണ്. അങ്ങനെ നമ്മൾ ടാൻജറോയുടെ ചെരുപ്പ് പൊട്ടുമ്പോൾ ഇത് പിന്നെയും പൊട്ടിയോ എന്ന രീതിയിലാണ് ടാൻജറോ നോക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഇത് കുറേ വട്ടം കൊണ്ട് പൊട്ടുന്നു. അപ്പോൾ ടാൻജറോയ്ക്ക് തന്നെ അതിൻ്റെ കാര്യമൊന്നും, എന്തായത് കുറേ നേരം കൊണ്ട് അവൻ അത് കുത്തി തക്കുക, ഇടുക, പിന്നെയും കയറുക, പൊട്ടുക, ആ ഒരു ഇതിലാണ്. എനിക്കാണെങ്കിൽ ബ്രീത്തിങ് സ്റ്റൈലും ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞാണ് ടാൻജറോ നിൽക്കുന്നത്. അതിനുശേഷം ടാൻജറോ ആണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഉള്ള കുറച്ച് ഡീമൺ സ്ലേയേഴ്സ് ട്രെയിനിങ് നിർത്തി പോവാണ്. ടാൻജറോനോട് പറയുന്നുണ്ട്, നീ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം, നിനക്ക് ബാക്കപ്പ് എന്ന പോലെ ഞങ്ങൾ എപ്പോഴും കാണും, നിനക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ കാണും, നിന്നെ കൊണ്ട് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. ടാൻജറോ പറയാണ്, നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും, നമുക്ക് മുസാൻ്റെ തല വെട്ടിയെടുക്കണ്ടേ എന്ന രീതിയിൽ പറയാണ്. അപ്പോൾ അവർ പറയണം ഉറപ്പായിട്ടും ടാൻജറോ നിന്നെ കൊണ്ട് പറ്റും, പക്ഷേങ്കിലും നീ വിഷമിക്കോ വേണ്ട, നമ്മൾ അതിനെന്തായാലും നിൻ്റെ കൂടെ കാണും, നീയും നിൻ്റെ ടീമും അതിനായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ബാക്കപ്പായിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങളുടെ കൂടെ ഒന്നിച്ച് കാണും, നമ്മൾ ഒന്നിച്ചത് ചെയ്യുമെന്ന് ടാൻജറോ പറയാണ്. ഇവരും അതേന്ന് പറയാണ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്നിട്ട് റൈസ് കേക്ക് തിന്നാണ്. ഇത് ഉണ്ടാക്കി കൊടുത്തത് ടാൻജറോയാണ്. അങ്ങനെ നമ്മളുടെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയാണ്, എന്തു ടേസ്റ്റാണ് ടാൻജറോ നീ ഉണ്ടാക്കുന്ന, ആ ഒരു നൊസ്റ്റാൾജി സാധനം വരുന്ന അമ്മ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഫ്ലേവറും അതേ സ്നേഹവും അതൊക്കെ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവർ കഴിക്കുകയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ സെനിറ്റ്സ് മാത്രമാണ് ഇത് ബോധം പോയി കിടക്കുന്നത്, കാരണം അവനെ കൊണ്ട് പറ്റുന്നില്ല, ഇവൻ്റെ സോള് ബ്രേക്കായി പോയി കാണും ഈ ട്രെയിനിങ് കാരണം, ആ വെള്ളത്തിൽ ഇരുന്ന് കാരണം, എന്നിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവൻ്റെ അവസ്ഥ ആയിപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഹാഷായിട്ട് ട്രെയിനിങ്ങിന് നിന്നാൽ, ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് നമ്മൾ ചിലപ്പോൾ ഗവൺമെൻറ് പോലെയൊക്കെ ആയിന്ന് വരാം എന്നൊക്കെ പറയുമ്പോഴും ഇനോസൊക്കെ അവിടെ കാര്യമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കഴിച്ചാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇനോസൊക്കെ ടോക്കിലേ ഇല്ലാത്ത പോലെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് മാത്രമല്ല അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, ഒന്നും കൂടി വേറെ എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടാൻജറോ പറയാണ്, എന്നാൽ പിന്നെ നമുക്ക് റൈസ് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. നിങ്ങളിത് കണ്ടിട്ടുള്ള യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കിടപ്പുണ്ട്, ഇങ്ങനെ അരി വാരി തേച്ച് അതിങ്ങനെ കരിഞ്ഞ് നമ്മളുടെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞ അരി ഇങ്ങനെ
വടി കണക്കിരിക്കും, അത് നമ്മളെടുത്ത് കളയാ ചെയ്യുക. പക്ഷേ അതിവിടെ ഒരു ഡിഷായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി തിന്നുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും എന്തെയാണ് അത് ഇവർ കൊണ്ടായി കൊടുക്കുകയാണ്. ഇത് അമ്മ ഉണ്ടാക്കുന്നത് പോലെ, അതായത് ബാക്കി ചോറ് വരുമ്പോൾ അതിങ്ങനെ വറ്റിച്ച് ശരിയാക്കി കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ്, ക്രിസ്പി, നമ്മളുടെ പൊരി പോലെയൊക്കെ ഇരിക്കുമായിരിക്കും. കരിഞ്ഞല്ല, ഒരു പ്രത്യേക ടേസ്റ്റിൽ. എനിവേ, ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്യാനല്ല വന്നത്, നിങ്ങളിത് കേൾക്കാം. അങ്ങനെ നമ്മളുടെ ടാൻഡ്രോ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ കഴിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ടാൻഡ്രോ മനസ്സ് നിറയാണ്. അവരുടെ അനിയന്മാരെയൊക്കെ ഓർമ്മ വരികയാണ്. അവരാണോ ഈ കഴിക്കുന്നത്, എനിക്ക് അതുപോലെ തോന്നാം. അങ്ങ് മനസ്സ് നിറഞ്ഞു എന്ന രീതിയിൽ ടാൻഡ്രോ ഒത്തിരി കഴിച്ച്, ഒത്തിരി മീൻസ് കുറച്ച് അങ്ങനെ കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരത്ര തന്നെ വയറ് നിറയാണ്. ഇങ്ങനെ നമ്മളുടെ ടാൻഡ്രോ എന്ത് ചെയ്യാണ്, അങ്ങനെ കുറച്ച് കഴിച്ച് ഭയങ്കര സന്തോഷമായി ടാൻഡ്രോയ്ക്ക്. അത് നല്ലൊരു മെമ്മറി, അവന് ഇഷ്ടപ്പെട്ടു അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുശേഷം ആ സ്റ്റോൺ തള്ളാനായിട്ട് ടാൻഡ്രോ പോവാണ്. അങ്ങനെ ടാൻഡ്രോ പിന്നെയും ശ്രമിക്കുന്നുണ്ട്, കാലും കൈയും ഒക്കെ ഒരുപാട് സ്ട്രെസ് ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. ടാൻഡ്രോ കൊണ്ട് പറ്റുന്നില്ല. പിന്നെയും ടാൻഡ്രോ എന്ത് ചെയ്യുന്നുണ്ട്, അലറി വിളിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. പിന്നെ വെള്ളം കുടിച്ചിട്ട് ടാൻഡ്രോ കിടക്കാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ബോഡി എങ്ങനെയാണ് ഇതിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കേണ്ടത്, ബോഡി മൂവ്മെൻറ്റ്സ് മാറ്റണോ, അതോ ഞാൻ പുഷ് ചെയ്യാൻ നിൽക്കുന്ന ആംഗിൾ മാറ്റണോ, അതോ സമയം മാറ്റണോ എന്ന രീതിയിലൊക്കെ എങ്ങനെ നോക്കുകയാണ്. അതോ ഇനി ബ്രീത്തിങ് സ്റ്റൈൽ വല്ലതും യൂസ് ചെയ്യണോ, അത് എന്തായിരിക്കും അതിന് വേണ്ടി വരുന്ന ടെക്നിക്ക്, എന്തായിരിക്കും കാര്യം എന്ന രീതിയിൽ പറയണം. ഗായോ ഇനി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെയാണെന്ന്, പക്ഷേ ഇത് നീക്കണമെന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിയിൽ ടാൻഡ്രോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ടാൻഡ്രോയ്ക്ക് ഒരു വഴിയും മനസ്സിൽ തെളിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മുമ്പിൽ ഗന്യയുടെ മുഖം, നീ എന്താ ഇവിടെ എന്ന രീതിയിൽ നോക്കുകയാണ്. ആദ്യം സ്വപ്നമാണോ എന്നാണ് വിചാരിച്ചത്, പിന്നെ നോക്കിയപ്പോൾ ഒറിജിനൽ. അങ്ങനെ നമ്മൾ ടാൻഡ്രോ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ എന്ന്. അപ്പോൾ ഗന്യ പറയാണ്, നിനക്ക് മനസ്സിലായി നമ്മളുടെ വിൻഹാഷരായിട്ടുള്ള ആ ഒരു പ്രശ്നമില്ലേ, അത് ഞാനും ചേട്ടനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നമാണ്. നീ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും കറയിച്ച് കിട്ടിയത്. നീ സംസാരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനെയൊക്കെ നീ സംസാരിച്ചില്ലേ, അത് കാരണം എനിക്ക് നല്ലൊരു ഇത് കിട്ടി. അതിനുശേഷം ആ പ്രശ്നത്തിലേക്ക് നീ വന്നു, നിനക്ക് ഒരുപാട് പരിക്കും പറ്റിയില്ലേ, അത് കാരണം ഞാൻ കാരണമല്ലേ ഉണ്ടായ. പക്ഷേ എനിക്ക് നിന്നെ അപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയൊന്നും പറ്റിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരുന്നു, എനിക്ക് അതിനകത്ത് ഇടപെടാനും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. എനിക്ക് എന്തായാലും അവനെ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ പറഞ്ഞ് നിൽക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. എന്തായാലും നീ എന്നോട് ക്ഷമിക്കൂലേ എന്ന രീതിയിലൊക്കെ ഗന്യ പറയണേ. അതൊന്നും ഒരു വിഷയമേ അല്ല, നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഗന്യ, ഒരു കാര്യമില്ലെന്ന് പറയണേ. എന്നിട്ട് ഗന്യ പറയണേ, അതല്ല ഞാനിപ്പോൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ടാൻഡ്രോ നിൻ്റെ മാർക്കില്ലേ, ആ ഒരു മാർക്ക് അത് നല്ല ഡാർക്കായിട്ടുണ്ടെന്ന്. ടാൻഡ്രോ ആണെങ്കിൽ എന്ത് നോയാണ്. ടാൻഡ്രോ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളുടെ ഗായോമിൻ്റെ ട്രെയിനിങ് കാരണമാണ് അത് ഇമ്പ്രൂവ് ആയിട്ടുള്ളത് എന്ന് ടാൻഡ്രോയ്ക്ക് മനസ്സിലാവണം. നമ്മൾ വന്നിട്ട് കുറച്ച് ദിവസമായി. ഗനിയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടതാണ് ടാൻഡ്രോനെ, അതുകൊണ്ട് അതവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ വ്യത്യാസം. ടാൻഡ്രോ പറയാൻ, എന്നോട് ആരും പറഞ്ഞില്ല, അങ്ങനെ ഉണ്ടോ, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന്. കണ്ണാടിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാനങ്ങനെ ഒരു സാധനമൊന്നും ഉപയോഗിക്കാറില്ല, എന്തായാലും എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഗന്യ പറയണത്, ദിവസം കാണുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു ഇത് മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷേ എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി, എന്തായാലും നിനക്ക് നല്ല വ്യത്യാസമുണ്ട്, നീ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ടാൻഡ്രോ പറയണം, അതെയോ, ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, അങ്ങനൊരു സംഭവം ആണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. ഗന്യ പറയണ ആണ് എന്ന് പറയാണ്. അങ്ങനെ ടാൻഡ്രോയ്ക്ക് പറയാണ്, ഞാൻ നിനക്ക് വേണമെങ്കിൽ ആ എൻ്റെ കണ്ണാടി ഞാൻ നിനക്ക് തരാമെന്ന്, കണ്ണിൽ വെക്കുന്ന ഇളം മുഖം നോക്കുന്നത്. അങ്ങനെ നമ്മളുടെ ടാൻഡ്രോയും ഗന്യയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ കാക്കകൾ തമ്മിൽ പൊരിഞ്ഞ വഴക്ക് എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ സംസാരത്തിനിടയിൽ നമ്മളുടെ ഒരു സംഭവം, മെയിനായിട്ടുള്ളൊരു സംഭവം പോകുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുമല്ലോ. അങ്ങനെ നമ്മളെ കാണിക്കുകയാണ്. ഗന്യ പറയാണ്, എനിക്ക് മനസ്സിലായ ഒരു സംഭവം, ഈ ഒരു ട്രെയിനിങ് കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായ സംഭവം, നീ ഒരു പ്രത്യേക സ്റ്റൈൽ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടാണ്, റെപ്പറ്റേറ്റീവ് മോഷൻ. അപ്പോൾ ഗന്യ പറയുമ്പോൾ ടാൻഡ്രോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ടാൻഡ്രോ അത് പറയുന്നുണ്ട്. അപ്പോൾ ഗന്യ പറയാണ്, നമ്മളുടെ ഗായോമി അത്ര നല്ലൊരു ടീച്ചറല്ല, പുള്ളിക്ക് പഠിപ്പിച്ചു തരാൻ അറിയത്തില്ല, എന്നാൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. റെപ്പറ്റേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രം പറയത്തില്ല, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരേ സംഭവം ഇങ്ങനെ കുറച്ച് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെ തന്നെയാണ് ഈ പറയുന്നത്. അതായത് അങ്ങനെ പറയുമ്പോൾ അതിലേക്ക് മാത്രം നമ്മളുടെ ഫോക്കസും കോൺസെൻട്രേഷനും പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്ട്രെസ്സ്, ഇത് ഞാൻ തോറ്റുപോകുമോ എന്നൊരു തോന്നലത് നമുക്ക് ഉണ്ടാവില്ല എന്ന രീതി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മളുടെ ഗായോമി അവിടെ നിന്ന് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. ഗന്യയും ടാൻഡ്രോയും പറയുന്നുണ്ട് ഗായോമി നല്ലൊരു ഹാഷറാണ് എന്ന രീതിയിൽ. എന്നിട്ട് ഗന്യ അവിടെ നിന്ന് പോകുന്നുണ്ട്, അവനൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ടാൻഡ്രോ എന്ത് ചെയ്യുന്നുണ്ട്, ടാറ്റ കൊടുക്കുന്നുണ്ട്. സന്ധ്യ മയങ്ങി നീ പോയി കടന്ന് ഉറങ്ങും, നിനക്ക് ട്രെയിനിങ്ങിന് സമയം കഴിഞ്ഞില്ല, പൊക്കോ എന്നൊക്കെ നമ്മളെ ഗന്യ പറയുന്നുണ്ടെങ്കിലും ടാൻഡ്രോ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതെനിക്കറിയാം നീ പോകില്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നോട് തന്നെ ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ കൂട്ടി എന്ന് പറഞ്ഞാണ് ഗന്യ പോകുന്നത്. ഗന്യ പോയതും ടാൻഡ്രോ പിന്നെയും ഈ സ്റ്റോണിനെ പുഷ് ചെയ്യാൻ നോക്കുകയാണ്.
ടാൻജറോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഗയോമി നോക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടാൻജറോ പിന്നെയും നല്ല രീതിയിൽ ചെയ്യാണ്. അവൻ ഇപ്പോഴും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഗന്യ പറഞ്ഞ സംഭവങ്ങൾ ഒന്നുകൂടെ ഓർത്തു നോക്കുകയാണ്. നിൻ്റെ മൈൻഡിലേക്ക് നീ അത് കൊണ്ടുവരണം. നിൻ്റെ തലച്ചോറ് അവിടെ ഉപയോഗിക്കണം. നിൻ്റെ എല്ലാ ഇമോഷൻസും അതുപോലെ തന്നെ നിൻ്റെ ബോഡിയും അതുപോലെ തന്നെ നിൻ്റെ കാലും കൈയും എല്ലാം ഒരേ സമയം പ്രവർത്തിക്കണം. നിൻ്റെ ഹാപ്പിനെസ്, സാഡ്, ദേഷ്യം, അതുപോലെ തന്നെ നിൻ്റെ അസൂയ, കുശുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒന്നിച്ച് മിക്സ്ഡപ്പ് ആക്കിയിട്ട് നിൻ്റെ ആ മെമ്മറീസ് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണം. ഒരേ സമയം നിനക്ക് ഈ എല്ലാ ഇൻസിഡൻസും ഒന്നിച്ച് മനസ്സിൽ കൊണ്ടുപോകണം. എപ്പോഴാണോ ഇമോഷൻ്റെ പീക്കിലെത്തുക ആ ഇമോഷൻസ് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ടാൻജറോ എന്താണ് അതൊക്കെ ഒന്നിച്ച് കൊണ്ടുവരാണ്. ഇപ്പോൾ ഗയോമിയുടെ പുറത്ത് ഇതിങ്ങനെ തള്ളുമ്പോൾ ഒരു ഫയർ കാണാം. അപ്പോൾ അതേ ഫയർ നമ്മളുടെ ടാൻജറോയുടെ പുറത്ത് ഇങ്ങനെ വരുന്നതായിട്ട് ടാൻജറോയ്ക്ക് ഫീൽ ചെയ്യാണ്. ടാൻജറോ ഭയങ്കര ഫോഴ്സിലത് ചെയ്യുന്നുണ്ടോ, വിയർപ്പ് തുള്ളിയൊക്കെ അങ്ങനെ തറയിൽ വീഴാണ്. അങ്ങനെ ടാൻജറോ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും ഗയോമി ചെയ്തതുപോലെ ഭയങ്കരമായിട്ട് നീങ്ങുന്നില്ലെങ്കിൽ ചെറുതായിട്ട് നീങ്ങുന്നുണ്ട്. അപ്പോഴാണ് മുറാട്ടയും ബാക്കി ഒരാളും കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുന്നത്. പിന്നെ എന്താ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞ് ടാൻജറോ പോകുന്നുണ്ട്. അവരാണെങ്കിൽ മമ്മി മമ്മി അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കാരണം ടാൻജറോനെ അമ്മ എന്ന് വിളിച്ച് കളിയാക്കല്ല, ഭയങ്കര ടേസ്റ്റാണ് ടാൻജറോ ഉണ്ടാക്കുന്ന ഫുഡ്. അത് ഭയങ്കര നൊസ്റ്റാൾജി സാധനമാണെന്ന് പറഞ്ഞാണ് ഇവർ നിൽക്കുന്നത്. അവിടെ ഗന്യുണ്ട്. ഗന്യ പറയുന്നുണ്ട് നീ റെപ്പറ്റേറ്റീവ് മോഷൻ വെച്ചിട്ട് നീ ട്രൈ ചെയ്ത് നോക്കിയോ എന്ന്. അപ്പോൾ ടാൻജറോ പറയുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇതായിട്ടുള്ള സംഭവം ഓർക്കണമെന്നല്ലേ നീ പറഞ്ഞത്, അത് എങ്ങനെ ആയിരിക്കും എന്ന്. അപ്പോൾ ഗന്യ പറയാണ് നിനക്ക് അങ്ങനെ പെട്ടെന്ന് വിഷമം, ദേഷ്യം അങ്ങനെ വന്ന ഒരു സംഭവം ഇല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു സംഭവം നമ്മുടെ ടാൻജറോയുടെ ലൈഫിലുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ടാൻജറോ ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്തോ പോലെ ടാൻജറോ വിഷമിക്കുകയാണ്. അപ്പോൾ ഗന്യ പറയണം അയ്യോ ഞാൻ പറഞ്ഞത് നിനക്ക് ഫീലായെങ്കിൽ നീ ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, നീ അങ്ങനൊരു സംഭവം വേണ്ട ഓർക്കാൻ എന്ന രീതിയിൽ പറയാണ്. നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗന്യയ്ക്ക് പോയങ്ങോട്ട് ചെയ്തൂടെ എന്ന്. ഇത് പറയാൻ ഗന്യയ്ക്ക് അറിയാവുന്ന കാര്യം പറയുന്നതാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. അതായത് പറയാൻ എളുപ്പമാ, ചെയ്യാൻ പാടാ. പൂച്ചയ്ക്കാരും മണി കിട്ടുമെന്ന പോലെയാണ്. കാരണം ഗന്യയ്ക്കും ഇതൊക്കെ അറിയാം, അവരും ഇതൊക്കെ തന്നെ ആയിരിക്കും ട്രൈ ചെയ്യാൻ പോകുന്നത്. ടാൻജറോ ഗന്യനെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ടാൻജറോയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമല്ലോ എന്നൊക്കെ വെച്ച് ആ ഒരു ഇതിൽ ഗന്യ ടാൻജറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ടാൻജറോയെ കൊണ്ട് പറ്റുമെന്നൊരു വിശ്വാസവും ഗന്യയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ടാൻജറോയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയാം എനിക്ക് അങ്ങനെ ബ്രീത്തിങ് സ്റ്റൈലൊന്നും വരത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാൻജറോയ്ക്ക് ഇത് ട്രൈ ചെയ്തോളാൻ വയ്യ. അപ്പോഴും ഗന്യ പറയുന്നുണ്ട് നീ കിടന്ന് ഉറങ്ങണം, നീ ചുമ്മാ ഇരുന്ന് അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് പോലെന്ന്. എന്നാലും ടാൻജറോ 3 മണിക്കേ പോവാണ്, അത്ര നേരെ ഉറങ്ങിയോള്. എന്നിട്ട് നമ്മൾ ടാൻജറോ അപ്പോഴും തൊട്ട് നിൽക്കുകയാണ്. വായിന്നൊക്കെ സംസാരിക്കുമ്പോൾ പുക പോവാണ്. അവൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റണം. എൻ്റെ ഫാമിലി അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് തന്നിട്ടുള്ളത്. എൻ്റെ ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ, ഈഗോ, സെൽഫിഷ്നെസ് എല്ലാം ഓർക്കണം. എനിക്ക് ഏറ്റവും റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നത് നമ്മളുടെ റങ്കോക്കുവിൻ്റെ മരണമാണ്. അപ്പോൾ അവിടെ വെച്ചും ഞാനൊന്നും അല്ലാതായിപ്പോയി. എൻ്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്, അത് റങ്കോക്കു കാണുന്നുണ്ട് എന്ന രീതിയിലാണ് റങ്കോക്കു സംസാരിച്ചത്. സോ അതും ഞാൻ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ആരുടെയും വിശ്വാസം ഞാൻ തകർക്കരുത് എന്ന രീതിയിൽ ടാൻജറോ എന്ത് ചെയ്യണം, മാക്സിമം എഫേർട്ടഡാണ്. ഇപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് വെയിൻസിൽ കൂടെയൊക്കെയും ഇങ്ങനെ ഒരു തീപ്പാളി ഇങ്ങനെ കത്തിപ്പോകുന്നത്. നമ്മളുടെ ഗ്യൂനോട് പറഞ്ഞപ്പോഴും ടാൻജറോയ്ക്ക് റങ്കോക്കുവിൻ്റെ കാര്യം ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നത് ടാൻജറോയ്ക്ക് ഉണ്ടായിരുന്നു. ടാൻജറോ പെട്ടെന്ന് തന്നെ മാക്സിമം കൊടുത്ത് അതിനെ എന്ത് ചെയ്യണം, ടാൻജറോ ആ പാറയെ നീക്കാൻ നോക്കുകയാണ്. അവൻ പരമാവധി ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇമോഷൻസ് എല്ലാം ഒന്നിച്ച് കൊണ്ടുവരുന്നുണ്ട്, കാല് കൈ എല്ലാം ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്, ആ മാർക്കൊക്കെ ഗ്ലോ ചെയ്യുന്നുണ്ട്, അവൻ നന്നായിട്ട് വിയർപ്പ് തുള്ളികളൊക്കെ താഴെ വീഴുന്നുണ്ട്, പാറയുടെ അവിടുന്ന് ഭയങ്കര സൗണ്ട്. അപ്പോൾ ടാൻജറോനെ കാണാനില്ലാതെ ഇനോസുകയും സെനിറ്റ്സും നോക്കുമ്പോൾ ഇവിടെ സൗണ്ട് കൂടെ കേട്ട് വന്ന് നോക്കുമ്പോൾ ടാൻജറോ നീക്കാൻ നോക്കുക. നിന്നെ കൊണ്ട് പറ്റുമോ, നീ എന്തായാലും രാവിലെ വന്ന് നിനക്ക് പ്രാന്തം അല്ലാണ്ടോ എന്ന രീതി ഇവന്മാർ സംസാരിക്കുക. അത്രയ്ക്കും രാവിലെ നേരം വെളുത്തിട്ട് പോലുമില്ല, സൂര്യൻ വരുന്നതിന് മുമ്പ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ പുറകുന്ന് സൂര്യൻ വരികയാണ്, നല്ല രീതിയിൽ കത്തി വരികയാണ്. അതേസമയം ടാൻജറോയ്ക്ക് റങ്കോക്കുവിൻ്റെ കാര്യവും അവൻ്റെ ഫാമിലിയുടെ കാര്യവും ഒക്കെ ഓർത്ത് അതേപോലൊരു ഫയർ അവനും വരികയാണ്. അത് അവൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് വരികയാണ്. അവൻ്റെ മാർക്കൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആവാണ്, ഡീപ്പ് ആവാണ്, ഡാർക്ക് ആവാണ്. അതേസമയം അവൻ അത് നീക്കുവാണ്. അടിപൊളിയായിട്ട് നമ്മളെ ടാൻജറോ നീക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നീക്കി വെക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല, പരമാവധി നീക്കാണ്. എൻ്റെ പൊന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇനോസുക്കെ നീക്കാണ്. അതുപോലെ തന്നെ സെനിറ്റ്സും. ഇനോസുക്കെ വിചാരിച്ചു ടാൻജറോ ഇനോസുക്കെ തോപ്പിക്കൂലെന്ന്, കാരണം ആദ്യം ഇനോസുക്കെയാണല്ലോ വന്നു. അപ്പോൾ ഇപ്പോൾ തോപ്പിച്ചത് കണ്ട് പുള്ളിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. നീക്കിക്കൊണ്ട് അങ്ങനെ പോവാണ് ടാൻജറോ. എന്നിട്ട് കാണിക്കുന്നത് മുസാനെയാണ്. മുസാൻ ആരെയോ പറ്റി സംസാരിക്കുന്നുണ്ട്, കുറച്ചധികം ഡിഫറൻ്റ് ആണ്.
ആണല്ലേ, സ്ട്രോങ് ആണല്ലേ, എന്താണ് ഉദ്ദേശം, എന്തായിരിക്കും ഉദ്ദേശം, അവളെ കിട്ടിയോ എന്ന രീതിയിലൊക്കെ കുറേയധികം കാര്യങ്ങൾ മുസാൻ സംസാരിക്കുകയാണ്. അങ്ങനെയും നമ്മളെ കാണിക്കുന്നത് എപ്പിസോഡിൻ്റെ അവസാനമാണ്. നമ്മളുടെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ബൊറൂട്ടോ ഇടുന്നില്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ബൊറൂട്ടോ ഇടുന്നുണ്ട് കേട്ടോ, നാളെ തൊട്ട് ഇടും. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ടാറ്റാ.